നമ്മള് ഇപ്പൊ ചിന്തിക്കുന്ന വിഷയം മാനസാന്തരം. ആദ്യമായിട്ട് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ടോ? 2, ഞാൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വല്ലതും സംഭവിക്കുമോ? ഞാൻ പള്ളിയിലും പട്ടക്കാരനും ഒക്കെ ഉള്ളവരാണല്ലോ നമ്മളെ, ഇല്ലേ? ഞാൻ ഒരു ഞായറാഴ്ചയും കുർബാന മുടക്കാത്തവരാ നമ്മളല്ലേ? എന്നെ ചിരിക്കുന്നു. നമുക്ക് മാനസാന്തരം ആവശ്യമുണ്ടോ? 3, മാനസാന്തരപ്പെടുന്നതിന്റെ ആദ്യത്തെ പടിയായ പശ്ചാത്താപം എങ്ങനെ കിട്ടും? പലപ്പോഴും പശ്ചാത്താപം വരുന്നില്ല, കള്ളക്കരച്ചില്ല, അല്ലേ? എന്താണ് മാനസാന്തരത്തിന്റെ പ്രത്യേകത? കുമ്പസാരം. ഇത്രയും കാര്യങ്ങളെ വളരെ ചുരുക്കമായിട്ട് നമുക്കൊന്ന് കാണാം. പഴയ നിയമത്തിലെ പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 15-ാം വാക്യം വായിക്കുക. വലിയ കണ്ണുറങ്ങും. സൃഷ്ടാവിന്റെ മുമ്പിൽ കേട്ടിരിക്കണം. സൃഷ്ടാവിന്റെ മുമ്പിൽ ആരാ വല്യമ്മേ? സൃഷ്ടാവ് വലിയ പുള്ളി, അല്ലേ? വലിയ പുള്ളി. അവന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് എന്ന് പറഞ്ഞാൽ മുറിക്കകത്തിരുന്ന് പരദൂഷണം പറഞ്ഞാലും സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലാ. ധ്യാനം കൂടാൻ വന്നിട്ട് അവിടെ വായി നോക്കിയിരുന്നാലും അച്ഛൻ കണ്ടില്ലെങ്കിലും ദൈവത്തിന്റെ മുമ്പിലാ, അല്ലെ? സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും എന്ന് പറഞ്ഞാൽ, പാപകരമായ ജീവിതം നയിക്കുന്നവൻ അതുകൊണ്ട് തന്നെ രോഗിയായി തീരാ. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും നമ്മുടെ പാപം കൊണ്ടാണെന്ന് ഞാൻ പറയാൻ വരികയില്ല. പക്ഷേ ബൈബിള് പഠിപ്പിക്കുന്നത് ലോകത്തിൽ പാപവും തുടർന്ന് രോഗവും പ്രവേശിച്ചു. പ്രൈസലോ. ഒരുപക്ഷെ നമ്മുടെ രോഗം നമ്മുടെ ഏതെങ്കിലും പാപത്തിന്റെ ഫലമാണെങ്കിൽ അത് മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം, എന്തു വേണം? പശ്ചാത്താപം, മാനസാന്തരം ആവശ്യമുണ്ട്. കാരണം നമ്മുടെ പാപമാണ് നമ്മെ രോഗിയാക്കിയതെങ്കിൽ, രോഗത്തിന്റെ കാരണമെങ്കിൽ, പ്രശ്നങ്ങളുടെ കാരണമെങ്കിൽ, ദൈവജനമേ, കർത്താവ് ആവശ്യപ്പെടുകയാണ്, മാനസാന്തരപ്പെട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസലോ. പിന്നെ പ്രൈസലോടെല്ലാം പോയോ? പ്രൈസലോ. പുരുഷന്മാരൊന്നും മിണ്ടുന്നില്ല, എന്നെ അവസാനത്തേക്ക് വെച്ചിരിക്കുകയല്ല, എല്ലാം കൂടെ അവസാനം. ഇനിയും 2, ചില ആൾക്കാർ പറയും, എനിക്കെന്നാ സംഭവിക്കാനാ, ഒരു കുഴപ്പവുമില്ലല്ലോ, ഞാൻ സാമ്പത്തികമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു, എന്റെ മക്കൾ പഠിക്കുന്നു, എനിക്ക് പേരും പെരുമയുണ്ട്, ഞാൻ പുണ്യാളനായതുകൊണ്ടല്ലേ ഇതൊക്കെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചിലര് പറയും, തകർന്നുകൊണ്ടിരിക്കുന്നു, പട്ടിണിയാ, പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവജനമേ, ജെറമിയ പ്രവാചകൻ പറയുന്നത് സർവശക്തനായ ദൈവം ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു ദേശത്തെയോ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കൃപയാണെന്ന് അനുസ്മരിക്കാതെ തോന്നിയവാസം ജീവിച്ചാൽ, അഹങ്കരിച്ച് ജീവിച്ചാൽ, ജെറമിയ 18 പറയുന്നത്, നനയ്ക്കാത്ത നിമിഷത്തിൽ, ഓർക്കാത്ത മണിക്കൂറിൽ ആ കുടുംബത്തിന്റെ മേൽ, ആ വ്യക്തിയുടെ മേൽ, ആ ദേശത്തിന്റെ മേൽ ദൈവകോപം നിപതിക്കും. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാ തരത്തിലും കർത്താവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, കുടുംബം തകർന്നരിപ്പണമാകാതിരിക്കാൻ പശ്ചാത്തപിച്ച് മാനസാന്തര ജീവിതം ആരംഭിക്കണമെന്ന് ജെറമിയ പഠിപ്പിക്കുക. വീണ്ടും സാമ്പത്തികമായി തകർന്ന കുടുംബങ്ങള് ദൈവമായ കർത്താവ് അവരുടെ പാപം ക്ഷമിച്ചുകൊണ്ട് ആ കുടുംബത്തെയും വ്യക്തിയെയും ദേശത്തെയും ഉയർത്തണമെങ്കിൽ ബൈബിൾ പറയുന്നത്, ജെറമിയ 18 പഠിപ്പിക്കുന്നത്, ആ വ്യക്തി പശ്ചാത്തപിച്ച്
മാനസാന്തരപ്പെട്ട് ഒരു പുതുജീവിതം ആരംഭിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ, കുടുംബത്തെ യേശു കർത്താവ് കൈക്ക് പിടിച്ച് ഉയർത്തുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രോഗം ഉണ്ടാകാതിരിക്കാൻ, വന്ന രോഗം മാറാൻ, തകർച്ച വരാതിരിക്കാൻ, തകർന്ന വ്യക്തി ഉയരുവാൻ പശ്ചാത്താപം, മാനസാന്തരം ആവശ്യമുണ്ടെന്ന് ഈ വചനഭാഗങ്ങളെ നമ്മളെ പഠിപ്പിക്കുക. ഒന്ന് കൈ ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഈ വചനം അംഗീകരിക്കാം. എല്ലാ കാര്യങ്ങളും കർത്താവിലേക്ക് ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥന്മാരുടെ നാഥനായ കർത്താവേ, രാജാക്കന്മാരുടെ രാജാവായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് രോഗം വരാതിരിക്കുവാൻ, മാരക രോഗങ്ങളെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പിടികൂടാതിരിക്കുവാൻ നാഥ പശ്ചാത്തപിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇന്നു മുതൽ ഈ ധ്യാനം വഴി പശ്ചാത്താപത്തിന്റെ, മാനസാന്തരത്തിന്റെ ജീവിതം ആരംഭിക്കുവാൻ നാഥ, നാഥ സ്വർഗം തുറന്ന് പശ്ചാത്താപത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നെന്തെങ്കിലും നേട്ടങ്ങൾ, ഉയർച്ച ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവേ, നിന്റെ ദാനമാണ്. ഞങ്ങൾ തകരാതിരിക്കുവാൻ, വീണ്ടും ഉയരുവാൻ, ഞങ്ങളുടെ കുടുംബം 1000 തലമുറ വരെ അനുഗ്രഹം പ്രാപിക്കുവാൻ കർത്താവേ, പശ്ചാത്താപത്തിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ എല്ലാവരുടെ മേലും അവിടുന്ന് വർഷിക്കണമേ. ഹല്ലേലൂയ. നാഥന്മാരുടെ നാഥനായ കർത്താവേ, രാജാക്കന്മാരുടെ രാജാവായ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിൽ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരെ, വിഭാഗ തടസ്സങ്ങളാൽ വേദനിക്കുന്നവരെ, കുടുംബ കലഹങ്ങളാൽ തകരുന്നവരെ അങ്ങ് ഉയർത്തണമെങ്കിൽ നാഥന്മാരുടെ നാഥനായ കർത്താവേ, ഞങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഇന്നു മുതൽ പശ്ചാത്തപിച്ച് നല്ല കുമ്പസാരം കഴിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെല്ലാവരുടെ മേലും, ഈ ദേശത്തിന്റെ മേൽ വർഷിക്കണമേ, വർഷിക്കണമേ. യേശുവേ നന്ദി. ഇനിയും അടുത്തത്, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എല്ലാരും സ്വീകരിക്കുന്നു, ഞാനും സ്വീകരിച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ? എല്ലാ മാതൃയോസുകാരും സ്വീകരിച്ചപ്പം ഞാൻ സ്വീകരിച്ചില്ലേ മോശമല്ലേ എന്നും പറഞ്ഞ് ഞാനും അങ്ങനെ സ്വീകരിക്കാനുള്ളതല്ല ഈ വിശുദ്ധ കുർബാന എന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കൊരിന്തോസുകാരുടെ 1-ാം ലേഖനം 11-ാം അധ്യായം 23-ാം വാക്യം. വിശ്വാസി കേട്ടോണം, വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ രോഗശാന്തി കിട്ടും. എങ്ങനെ സ്വീകരിക്കണം? എല്ലാരും സ്വീകരിക്കുന്നു, ഇനി പോരട്ടെ, അതല്ല ചെലുത്താന്റെ സ്വീകരണമാണ്. മനസ്സിലായല്ലോ? ഇവിടെ പറയാൻ പോകുന്ന രീതിയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഓരോ ദിവസവും നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കും. പക്ഷെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഇവിടെ പറയുന്നു, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും. ആര് പറയുന്നതാ? പൗലോസ് അപ്പോസ്തലൻ. സഭയില് പത്രോസ് കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണത്തിൽ രണ്ടാമത് ആരുടെ പേരാ പറയുന്നത്? പൗലോസിന്റെ. ആ പൗലോസ് പറയുന്നു, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും. പൗലോസ് ഒഴിച്ച് ആദിമസഭയിലെ മറ്റ് അപ്പസ്തോലന്മാരെല്ലാം നേരിട്ട് കർത്താവിന്റെ അധരങ്ങളിൽ നിന്നും കേട്ടും കണ്ടുമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. എന്നാൽ പൗലോസ് പറയുന്നു, എന്നെ ഇതാരും പഠിപ്പിച്ചതല്ല, ദൈവമായ കർത്താവിന്റെ വെളിപാട് വഴിയാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. പൗലോസിന്റെ കർത്താവ് വെളിപാട് വഴി ദൈവരഹസ്യം മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തു. ആ പൗലോസ് പറയാ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും. സ്ഥലം എനിക്ക് ലഭിച്ചതിതാ, ലഭിച്ചതും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നതുമായ ദൗത്യം ഇതാണ്. പരമപ്രധാനം
എന്താ? കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലെ അപ്പം എടുത്തു, ഗോതമ്പിന്റെ അപ്പം കയ്യിലെടുത്തു. എന്തു പറഞ്ഞു? ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. ആലോചിച്ച് ദൈവജനമേ, യേശു ക്രിസ്തു ഗോതമ്പിന്റെ അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുമോ? വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവൻ, വചനം കൊണ്ട് ലാസറിനെ ഉയർപ്പിച്ചവൻ, വചനം കൊണ്ട് കുഷ്ഠരോഗം മാറ്റിയവൻ, അടയാളങ്ങളിൽ വചനം കൊണ്ട് ഇവിടത്തെ വചനങ്ങൾ സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നവൻ ഗോതമ്പിന്റെ അപ്പം എടുത്തിട്ട് പറഞ്ഞു, മാനവരാശിക്ക് വേണ്ടിയുള്ള, അനേകർക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണിത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ മുന്തിരിച്ചാറെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. എന്നിട്ട് എന്താ ഇതിവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇത് ചെയ്യുമ്പോഴല്ല കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ചെയ്യുമ്പോഴല്ല. അന്നേരം മാത്രമാണോ? ഇവിടെ പറയും ചെയ്യുമ്പോഴല്ല. ഇനിയും അന്നത്തേക്ക് മാത്രമാണോ? ഇപ്പോഴും ശരീരമാകുന്നുണ്ടോ എന്ന് കേട്ടോണം. 27 വാക്യം. തന്മൂലം ആരെങ്കിലും, യേശു പോയി, ഉയർത്തുപോയി. ആദിമസഭയിൽ പൗലോസ് പഠിപ്പിക്കുക, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്താൽ, അതുകൊണ്ട് ആരെങ്കിലും ഇത് അയോഗ്യതയോടെ കൈകാര്യം ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. വിശുദ്ധ കുർബാന ശരിയായിട്ട് പശ്ചാത്തപിക്കാതെ, കുമ്പസാരിക്കേണ്ട അവസരത്തിൽ കുമ്പസാരിക്കാതെ ഇത് സ്വീകരിച്ചാൽ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അയോഗ്യത സ്വീകരിക്കുന്നത്? അഹങ്കാരം വെച്ചുകൊണ്ട് പശ്ചാത്താപമില്ല കുർബാന സ്വീകരിച്ചു, തെറ്റ് ചെയ്തു. പരിസര മനോഭാവം, എല്ലാരും തെറ്റുകാരാ, ഞാൻ പുണ്യാളത്തിയ, ഞാൻ മാത്രം, അഹങ്കാരവാദം, ഇത് വെച്ചുകൊണ്ട് സ്വീകരിച്ചാൽ ചെകുത്താൻ കയറി വരും. അതിനെക്കുറിച്ച് പിന്നീട് പറയും. ഇനിയും അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യട്ടെ. ആത്മപരിശോധന ചെയ്യണം. എനിക്ക് ശരിയായ പശ്ചാത്താപമുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ആരെങ്കിലും അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിച്ചെങ്കിൽ ഇന്ന് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കുന്ന അവസരത്തിൽ ഈ പാപവും ഏറ്റു പറഞ്ഞിരിക്കണം. മറ്റു മോചനം വേണം. അറിവില്ലായ്മയുടെ കാലം കർത്താവ് ക്ഷമിക്കും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ശരീരത്തെ ഉപയോഗിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. യേശു പറഞ്ഞല്ലോ, എന്റെ ശരീരം ഭക്ഷിക്കുകയും അത് പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. പറ്റി കേട്ടോ? ഇല്ല. യോഗ്യതയോടെ ആരെങ്കിലും പാനം ചെയ്താൽ യേശു പറഞ്ഞു അവന് നിത്യജീവനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ ഒരു നാളും മരിക്കത്തില്ല. സ്വർഗാനുഭവം കിട്ടണ്ട, സ്വർഗം കിട്ടേണ്ട ഈ വലിയ കാര്യം നമ്മുടെ ജീവിതത്തിൽ ശരിയായ യോഗ്യതയോടെ സ്വീകരിച്ച് നാം ജീവനിൽ വളരേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തെറ്റാണ്. അപ്പോൾ ജീവന്റെ അപ്പം ഭക്ഷിച്ച് സ്വർഗീയ ജീവനിൽ പങ്കുപറ്റണമെങ്കിൽ എന്ത് നമുക്ക് വേണം? മാനസാന്തരവും പശ്ചാത്താപവും വേണം. പശ്ചാത്തപിച്ചില്ലെങ്കിൽ എന്തോ വരാനാ? ഇത്രയും കാലവും പശ്ചാത്തപിക്കാഞ്ഞിട്ട് റബ്ബർ വെട്ടിയപ്പോ പാല് വന്നില്ലേ? മിണ്ടുന്നില്ല, വരുന്നില്ലായിരുന്നു. ഇത്രയും കാലവും പശ്ചാത്തപിക്കാഞ്ഞിട്ടും ജീവിച്ചില്ലേ? നീ പശ്ചാത്തപിച്ചില്ലെങ്കിൽ വല്ലതും പറ്റുമോ? പെണ്ണിനെ കെട്ടിച്ചില്ലേ? ചെറുക്കൻ കെട്ടിയില്ലേ? ദുബായിക്ക് പോകുന്നില്ലേ? നോക്കിക്കേ, ലൂക്ക 13:1 മുതൽ ഞാനൊന്ന് വായിക്കും. യേശു ക്രിസ്തു ഒരിടത്ത് നിൽക്കുക.